ഞാൻ നിങ്ങളോട് പറയട്ടെ, ഏത് ദിവസവും രാത്രി സമയത്ത് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം അതാ അവിടുന്ന് സൂറത്തു സജദ ഓതാതെ, അലിഫ് ലാം മീം തൻസീലു സജദ ഓതാതെ, തബാറക സൂറത്ത് ഓതാതെ അവിടുന്ന് കിടന്നുറങ്ങാറില്ല. തബാറക സൂറത്ത് ദിനേന ഓതിയാൽ ഖബറിലെ അലാദാബിൽ രക്ഷയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ ഒരാൾ വന്ന് പറഞ്ഞില്ലേ, നബിയേ, ഞാനൊരു സ്ഥലത്ത് ടെന്റ് കെട്ടിയുണ്ടാക്കി, ഞാനവിടെ വിശ്രമിക്കുകയാണ് രാത്രി സമയത്ത്. അതൊരു മനുഷ്യന്റെ ഖബറായിരുന്നു, പക്ഷെ ഖബറാണെന്ന് എനിക്കറിയില്ലായിരുന്നു. ഞാനവിടെ ടെന്റ് കെട്ടിയിരിക്കുമ്പോ ഫൈദാഹു ഖബറു ഇൻസാനിൻ യഖറഉ ഫീ സൂറത തബാറക, ആ ഖബറിന്റെ ഉള്ളിൽ വെച്ച് ഒരാൾ തബാറക സൂറത്ത് ഓതുന്നത് ഞാൻ കേട്ടു നബിയേ. മരിച്ചുപോയാൽ മരിക്കുന്നവരെല്ലാം ഒരുപോലെയല്ല. ഖബറിൽ വെച്ച് ഖുർആൻ ഓതുന്നവരുണ്ട്, ഖബറിൽ വെച്ച് നിസ്കരിക്കുന്നവരുണ്ട്, ഖബറിൽ നിന്ന് എഴുന്നേറ്റ് പോകാൻ കഴിവുള്ളവരുമുണ്ട്. ഇൻഷാ അല്ലാഹ് അത് നമുക്ക് പിന്നീട് പറയാം. ഇപ്പോൾ ഞാൻ ഇതിലേക്ക് കടക്കുന്നില്ല. അങ്ങനെ ഖബറിന്റെ ഉള്ളിൽ വെച്ച് ഖുർആൻ ഓതുന്നത് ഞാൻ കേട്ടു നബിയേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മറുപടി, ഓ എന്താ ഓതുന്നത് കേട്ടത്? തബാറക സൂറത്ത് ഓതുന്നതാ കേട്ടത്. തിൽക്കൽ മുൻജിയതു തുൻജീഹി മിൻ അദാബിൽ ഖബരി, ഖബറിലെ അദാബിൽ നിന്ന് മനുഷ്യനെ രക്ഷിക്കുന്ന സൂറത്താണത്. ഖബറിൽ വെച്ച് അദ്ദേഹം അത് ഓതുകയാണ്. ഓ സഹോദരന്മാരെ, സഹോദരിമാരെ, ഈ ഹദീസ് കിട്ടിയതിനു ശേഷം ദിവസേന തബാറക സൂറത്ത് രാത്രിയിൽ ഓതുന്ന മനുഷ്യര്, നമ്മളതാ ഇപ്പോൾ നമ്മൾ കിടക്കുമ്പോൾ തൊട്ടടുത്ത് തന്നെ ലൈറ്റ് ഇടാനുള്ള സ്വിച്ച് ഉണ്ടല്ലോ, നമ്മുടെ തലയിടിയുടെ അടുക്കൽ ടോർച്ചുണ്ടല്ലോ, നമ്മുടെ സമീപത്ത് ഭാര്യയും മക്കളും ഒക്കെ ഉണ്ടല്ലോ, നമുക്ക് പല സംവിധാനങ്ങളും ഉണ്ടല്ലോ. പക്ഷേ ഭാര്യയില്ലാതെ ഉറങ്ങുന്നൊരു ദിവസമില്ലേ, മക്കളില്ലാതെ ഉറങ്ങുന്നൊരു ദിവസമില്ലേ, വാച്ച്മാനില്ലാതെ കിടക്കുന്നൊരു ദിവസമില്ലേ, ടോർച്ചില്ലാതെ കിടക്കുന്ന ദിവസമില്ലേ, നമുക്ക് ഖബറിന്റെ ഉള്ളിൽ ഒരു കിടത്തമില്ലേ? ആ കിടക്കുന്ന സമയത്ത് സന്തോഷത്തോടെ കിടക്കാൻ രാത്രി സമയത്ത് സൂറത്തു തബാറക അത് എത്ര പെട്ടെന്ന് ഓതി തീർക്കാൻ കഴിയുന്നതാണ്. അതൊന്ന് ജീവിതത്തിൽ പതിവാക്കി വെച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സജദ സൂറത്തും തബാറക സൂറത്തും ഓതാതെ കിടന്നുറങ്ങാറില്ല.